നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. SIT ഇനി അടുത്തതായി കേരളത്തിലേക്കാണ് വരുന്നത്. പ്രധാനമായും CJ റോയിയുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്ന വ്യക്തികളുമായൊക്കെ തന്നെ പോലീസ് അവരുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, കൊച്ചിയിലെ CJ റോയിയുടെ പ്രോജക്റ്റുകളെക്കുറിച്ചും അവിടെ എന്തൊക്കെയാണ് അദ്ദേഹത്തെ ലക്ഷ്യമിട്ടിരുന്നത്, അതുപോലെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആളുമായുള്ള ബന്ധങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘം തിരക്കും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല തെക്കേന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ മേഖലയിലെ പ്രമുഖരുമൊക്കെ തന്നെ റോയിയുടെ വ്യവസായങ്ങളിൽ മുതൽ മുടക്കിയിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായ അന്വേഷണം നടത്തും. ഒരുപക്ഷെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് വളരെ നിർണായകമായൊരു സ്വാധീനമുണ്ടായിരുന്നു. നിരവധി ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളുടെ നിർമ്മാണ പങ്കാളിയായിരുന്നിട്ടുണ്ട്. അതുപോലെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളുമായൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധവും അദ്ദേഹം പുലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും CJ റോയ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മലയാളത്തിൽ നിന്ന് വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ബംഗളൂരിൽ എത്തിയത് എന്നുള്ള കാര്യവും പ്രത്യേക അന്വേഷണ സംഘം സംശയത്തോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ തങ്ങളെ പ്രത്യേക അന്വേഷണ സംഘമോ അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ ആയിരിക്കാം മലയാളത്തിലെ പ്രമുഖരായ പലരും അതിൽ പങ്കെടുക്കാറുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് എല്ലായ്പ്പോഴും CJ റോയ്ക്കൊപ്പം നിൽക്കാനും ചിത്രമെടുക്കാനും അദ്ദേഹത്തിൻ്റെ പാർട്ടികളിൽ പങ്കെടുക്കാനും ഒക്കെ താല്പര്യം കാണിച്ചിരുന്ന സിനിമാക്കാരും അതുപോലെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഒന്നും തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയില്ല എന്നുള്ള കാര്യവും പ്രത്യേക അന്വേഷണ സംഘം വളരെ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇൻകം ടാക്സ് റെയ്ഡുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം കടുത്ത മാനസിക സംഘർഷം നേരത്തെ തന്നെ അനുഭവിച്ചിരുന്നു എന്നാണ്. കഴിഞ്ഞ 4 മാസത്തിലേറെയായി CJ റോയ് വിഷാദ രോഗത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നുവെന്നും ബംഗളൂരുവിലെ ഒരു പ്രമുഖ ആശുപത്രിയിലാണ് അദ്ദേഹം ഇതിനായി ചികിത്സ തേടിയിരുന്നത്, ഇതിനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നുവെന്നുമാണ് വീട്ടുകാർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. CJ റോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തല്ല തൻ്റെ സംരംഭങ്ങൾ നടത്തിയിരുന്നത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പണമൊക്കെ ലഭിച്ചത് എന്നുള്ള കാര്യവും പ്രത്യേക അന്വേഷണ സംഘം തിരക്കുന്നുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് SITയുടെ മുന്നിലുള്ളത്. ലോൺ എടുക്കാത്ത CJ റോയ്ക്ക് ഇത്രയും പണം എവിടെ നിന്നാണ് വന്നത്? അവിടെയാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും സിനിമാക്കാരും എല്ലാം ഇതിൽ പണം മുടക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. മാത്രമല്ല, CJ റോയുടെ ചില പ്രോജക്റ്റുകൾ ശരിക്കും ഫലപ്രദമാകാതെ വന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ ഗ്രൂപ്പിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംശയിച്ച് ഈ രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ പ്രവർത്തകരുമൊക്കെ തന്നെ ഈ പണം തിരികെ ചോദിച്ചുവെന്ന് നിരന്തരമായി അവർ ഇക്കാര്യത്തിൽ CJ റോയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. CJ റോയ് വളർന്നത് ബംഗളൂരുവിലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഒരു മലയാളിയാണ്, തൃശ്ശൂർ സ്വദേശിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രമുഖ TV ചാനലുകളുടെയൊക്കെ തന്നെ റിയാലിറ്റി ഷോകൾ പലതും സ്പോൺസർ ചെയ്തിരുന്നത് CJ റോയ് ആയിരുന്നു. മാത്രമല്ല, പല പരിപാടികളും അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. തൻ്റെ കമ്പനിയുടെ ഇമേജും ഒപ്പം തൻ്റെ സ്വന്തം ഇമേജും നവമാധ്യമങ്ങളിലൂടെയും TV ചാനലുകളിലൂടെയൊക്കെ തന്നെ ഉയർത്തിക്കാട്ടുന്നതിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തിയിരുന്നു. നമ്മുടെ നാട്ടിലെ TV ചാനലുകളിലെ റിയാലിറ്റി ഷോകൾക്കൊക്കെ തന്നെ അദ്ദേഹം വലിയ തോതിലുള്ള പ്രതിഫലമാണ് സമ്മാനമായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകിയിരുന്നത്. ഇതൊക്കെ തന്നെ CJ റോയുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ പ്രോഗ്രാം ചാനലുകളിലെല്ലാം തന്നെ റിയാലിറ്റി ഷോയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട, അതായത് കോടികൾ മുടക്കി നടത്തുന്ന പരിപാടികളൊക്കെ തന്നെ സ്പോൺസർ ചെയ്യാനും അവർക്ക് വലിയ തോതിലുള്ള സമ്മാനങ്ങൾ നൽകാനുമൊക്കെ അദ്ദേഹം എല്ലാ കാലത്തും വലിയ തോതിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ചാനൽ അധികാരികളുമായും അതുപോലെ സിനിമാ പ്രവർത്തകരുമായും ഒരുപക്ഷെ CJ റോയ്ക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളുമായി എല്ലാം തന്നെ അവർ ബന്ധപ്പെടേണ്ടി വരും. ഒപ്പം കർണാടക രാഷ്ട്രീയത്തിലെയും കർണാടക സിനിമാ മേഖലയിലേക്ക് നിരവധി പ്രമുഖമായ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ ആരൊക്കെയാണ് പണം തിരികെ ചോദിച്ച് CJ റോയെ നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്നുള്ള കാര്യം ഒരുപക്ഷെ വീട്ടുകാർക്ക് അറിയാമായിരിക്കും. വീട്ടുകാരുടെ മൊഴി ഇനി ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച കുടുംബാംഗങ്ങൾ പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് കൊച്ചിയിൽ നടത്താനുള്ള പത്രസമ്മേളനം മാറ്റിവെച്ചതും ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലാണ്. വ്യക്തമായ അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു പത്രസമ്മേളനം നടത്തി കൂടുതൽ ആശയക്കുഴപ്പം വരുത്തേണ്ടതില്ല എന്നുള്ള ധാരണയിലായിരിക്കാം ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് പിന്മാറിയത്. ഏതായാലും CJ റോയുടെ മരണം ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ മാത്രം ഫലമായിട്ടല്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൂടുതൽ വ്യക്തമായി വരികയാണ്. അദ്ദേഹം മരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ BJPക്കെതിരെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ തന്നെ നിരന്തരമായി കോൺഗ്രസും CPM നേതാക്കളുമൊക്കെ ഉയർത്തിയ ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ തെളിയിക്കുന്നത്.